Hello മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ചെക്ക് വെദർ ദ റിലേഷൻ R in R defined by R equal to AB such that A less than or equal to B cube is reflexive, symmetric or ട്രാൻസിറ്റീവ്. ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. നമുക്ക് തൊട്ട് മുമ്പത്തെ ചോദ്യം A less than or equal to B എന്നായിരുന്നു. ഇവിടെ ക്യൂബ് ആണ്, റിയൽ നമ്പർ ആണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം നമുക്ക് റിലേഷൻ എടുക്കാം. A less than or equal to B ക്യൂബ്. നമ്മൾ റിഫ്ലെക്സീവ് ചെക്ക് ചെയ്യാൻ പോവാണ്. റിഫ്ലെക്സീവ് ആണെന്നുണ്ടെങ്കിൽ 1 1 2 2 3 3 അങ്ങനെ ഓരോ നമ്പറുകളും A ബിലോങ്സ് ടു R ആയിരിക്കണം. അപ്പോൾ A ബിലോങ്സ് ടു R എന്ന് പറയുമ്പോൾ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു A ക്യൂബ് കിട്ടണം. ഇതല്ലേ നമ്മളുടെ കണ്ടീഷൻ. ഫസ്റ്റത്തത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു രണ്ടാമത്തേൻ്റെ ക്യൂബ്. ഇപ്പോൾ നമ്മൾ 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ബിലോങ്സ് ടു R ആണ്. കാരണം 1 ക്യൂബ് 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കിട്ടും. 2 എടുത്താൽ 2 അതും കിട്ടും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ് 8 ആണ്. ഏത് നമ്പർ എടുത്താലും ഇത് പോസിബിൾ ആണ്. ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ 3 എടുത്താൽ 3ൻ്റെ ക്യൂബ് 9 ആണ്. 3ൻ്റെ ക്യൂബ് 27 ആണ്. എല്ലാത്തിനും പോസിബിൾ ആണ്. പക്ഷേ ഇതൊരു റിയൽ നമ്പർ ആണെന്നുള്ളത് നമ്മളോട് തന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഫ്രാക്ഷണൽ നമ്പർ ചെക്ക് ചെയ്യണം. 1/2 1/2 കൊടുത്തു. 1/2ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 1/8 ആണ്. 1ൻ്റെ ക്യൂബ് 1, 2ൻ്റെ ക്യൂബ് 8. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ 1/2 ആണോ 1/8 ആണോ വലുത് നോക്കുമ്പോൾ അതെങ്ങനെ വലുത് നോക്കുന്നു പറഞ്ഞുതരാം. ക്രോസ് ചെയ്താൽ മതി. 1 × 8 8, 1 × 2 2. ഇവിടെ 8 ആണ് വലുത്. അതേ സിമ്പിളാണ് ഇവിടെയും വരിക. 1/2 വലുതായിട്ട് വരും. അഥവാ നമ്മളുടെ ഇൻഇക്വാളിറ്റി നേരെ തിരിഞ്ഞു. A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു A ക്യൂബ് എന്നായി. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യോ? ഇല്ല. അപ്പോൾ A ബിലോങ്സ് ടു R ആണോ? എല്ലാ എക്കും അത് A ബിലോങ്സ് ടു R വരുമോ? ഇല്ല. നാച്ചുറൽ നമ്പറിന് മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ? പോസിബിൾ ആകുന്നുള്ളൂ അല്ലേ? നാച്ചുറൽ നമ്പറിന് മാത്രമേ അത് എന്താവുന്നുള്ളൂ? പോസിബിൾ ആകുന്നുള്ളൂ. ഓക്കെ. നെഗറ്റീവ് നമ്പർ എടുത്തു കഴിഞ്ഞാലും പറ്റൂ അല്ലേ? നെഗറ്റീവ് നമ്പർ ഞാൻ നോക്കിയില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ -2. -2ൻ്റെ ക്യൂബ് എത്രയാണ്? -8 ആണ്. ഇതും ഇങ്ങനെയാണ് വരിക. -2 ആണ് വലുത് അല്ലേ? അപ്പോഴും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. -2ൻ്റെ ക്യൂബ് എങ്ങനെ 8 വന്ന്? -8 വന്ന് -2 × -2 ആണ്. -2 × -2 4 കിട്ടും. 4 × -2 -8 കണ്ടോ? ഓക്കെ. അപ്പോൾ റിഫ്ലെക്സീവ് അല്ല എന്ന് കിട്ടി. A ബിലോങ്സ് ടു R ഡസ് നോട്ട് ബിലോങ്സ് ടു ആണോ? ഇങ്ങനെയാണ് വരേണ്ടത് ശരിക്കും. A ബിലോങ്സ് ടു R ആണെന്നുണ്ടെങ്കിൽ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു A ക്യൂബ് ആണ് വരേണ്ടത്. പക്ഷെ നമ്മുടെ കണ്ടീഷൻ തെറ്റായതുകൊണ്ട് A ഡസ് നോട്ട് ബിലോങ്സ് ടു R ആണ് വരിക. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ഓൾ വാല്യൂ ഓഫ് A. ഇത് എല്ലാ വാല്യൂസിനും പോസിബിൾ അല്ല. എക്ക് അതായത് നെഗറ്റീവ് വന്നപ്പോൾ പോസിബിൾ അല്ല എന്ന് പറഞ്ഞു, ഫ്രാക്ഷൻ വന്നപ്പോൾ പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പറയാം നോട്ട് റിഫ്ലെക്സീവ്. അപ്പോൾ ഈ റിലേഷൻ R എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. അടുത്തത് സിമെട്രിസിറ്റി ചെക്ക് ചെയ്യാൻ പോവാണ്. സിമെട്രിക് AB ബിലോങ്സ് ടു R ആണെന്നുണ്ടെങ്കിൽ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ക്യൂബ് കിട്ടണം. അപ്പോൾ BA ബിലോങ്സ് ടു R ആണെന്നുണ്ടെങ്കിലോ B ലെസ് ദാൻ ഓർ ഈക്വൽ ടു A ക്യൂബും കിട്ടണം. ഇത് പോസിബിൾ ആണോ? നമ്മളുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. 1ഉം 2ഉം ഞാൻ എടുത്തു. അപ്പോൾ 2 ക്യൂബ് 8 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ് 8. അപ്പോൾ 1 2 ഉണ്ടെന്നുണ്ടെങ്കിൽ ആര് വേണം? 2 1 വേണം. 2 1 വന്നു കഴിഞ്ഞാൽ എന്താ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ൻ്റെ ക്യൂബ് എത്രയാണ്? 1. ഇത് പോസിബിൾ ആണോ? 2 ആണോ 1 ആണോ വലുത്? 2 അല്ലേ വലുത്. അപ്പോൾ ഇത് നേരെ തിരിഞ്ഞല്ലേ വരിക. അപ്പോൾ ഇങ്ങനെ ഒരു എണ്ണം പോസിബിൾ അല്ലല്ലോ. അല്ല. അതുകൊണ്ട് ഇത് എന്തല്ല? സിമെട്രിക് അല്ല. എക്സാമ്പിൾ 1 2 വെച്ച് തന്നെ നമ്മളിതാ പറഞ്ഞത്. ഓക്കെ. AB ഉണ്ട് പക്ഷെ BA വരില്ല. ഓക്കെ. സോ ഇതെന്തല്ല? സിമെട്രിക് അല്ല. അടുത്തത് വരുന്നത് നമുക്ക് ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവിന് ഞാനിവിടെ ഒരു ടേബിൾ എടുത്തു. ഒന്ന് 3ഉം 3/2ഉം 4/3 എടുത്തു. ആദ്യം B ക്യൂബ് കണ്ടു. 3/2ൻ്റെ ക്യൂബ് 3ൻ്റെ ക്യൂബ് 27 ആണ്. 2ൻ്റെ ക്യൂബ് 8 ആണ്. അത് 3.37 കിട്ടി. ദെൻ C ക്യൂബ് 4/3ൻ്റെ ക്യൂബ് 64/27 2.37. നോക്കിയേ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ക്യൂബ് അല്ലെ? നോക്കിയേ A 3 ആണ്. അപ്പോൾ 3നേക്കാട്ടിൽ വലുതാണോ B ക്യൂബ്? ആണ്. ഇനി B ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു C ക്യൂബ് അല്ലേ? നോക്കിയേ B എത്രയാണ്? 3/2. C ക്യൂബ് എത്രയാ? C ക്യൂബ് 2 പോയിന്റ് ആണ്. B എത്ര? 3/2 ആണ്. 3/2 എന്ന് പറയുമ്പോൾ 1 പോയിന്റ് സംതിങ് ആണ് വരിക അല്ലേ? 3ൽ ഒരു പ്രാവശ്യമുള്ളൂ. ഇവിടെ 2 പോയിന്റ് ആണ്. അപ്പോൾ അതും ഓക്കെയാണ്. ഇനി A ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ക്യൂബ് ആണ്. നോക്കി A എന്താണ്? 3 ആണ്.
സി ക്യൂബ് എന്താണ് 2.37 ആണ്. പോസിബിൾ ആണോ? സി അല്ലല്ലോ വലുത്, എ അല്ലേ വലുത്, അപ്പോൾ അത് നോട്ട് പോസിബിൾ ആണ്. സോ നമുക്ക് പറയാം നോട്ട് ട്രാൻസിറ്റീവ്. ഇതെന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ, അപ്പോൾ റിഫ്ലക്സീവ് അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല.